ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ ഇപ്പൊ നമ്മള് SCERT പുതിയ ടെക്സ്റ്റിലെ മലയാളത്തിന്റെ ഒരു സീരീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് 3 മുതൽ 10ാം ക്ലാസ് വരെ. ഇതുപോലെ തന്നെ നമ്മൾ SCERT പഴയ ടെക്സ്റ്റിന്റെ സാഹിത്യവും വൊക്കാബുലറിയും വേറെ വേറെ ക്ലാസ്സുകൾ ചെയ്ത് പ്ലേലിസ്റ്റിൽ ഫുൾ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പുതിയ ടെക്സ്റ്റിൽ നിന്നും PSC ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. അത് പഴയ ടെക്സ്റ്റിലെ പല വാക്കുകളും പുതിയ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് വീണ്ടും വന്നേക്കുന്നത് കേട്ടോ. അപ്പോ ഇന്ന് നമ്മള് 8ാം ക്ലാസ് പുതിയ പുസ്തകമാണ് പഠിക്കുന്നത്. അപ്പോൾ 3, 4, 5, 6, 7 ഒക്കെ ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക. അതുപോലെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണം. കാരണം നമ്മുടെ ഫ്രണ്ട്ലി PSCയിൽ എടുത്തിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഓർഡറാക്കി ലിങ്കൊക്കെ അതിലിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ബുക്ക് പഠിച്ചവർക്ക് ഈ 2025 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ എക്സാമിന് മുഴുവൻ മാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക, കോംബോ ഓഫറും ഉണ്ട്. അതുപോലെ ഫ്രണ്ട്ലി PSC ആപ്പിൽ പെയ്ഡ് ക്ലാസ്സുകൾ കിട്ടും. നന്നായിട്ട് കോഡാണ്. നിങ്ങളൊന്നും ഓർമ്മയൊന്നും കിട്ടാത്തവരാണെങ്കിലും നമ്മളുടെ കോഡ് കേട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും. കാര്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ കോഡും തരും ഓർത്തിരിക്കാൻ. അപ്പോൾ വേണ്ടവരെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയേക്കുന്ന സാഹിത്യത്തിലെ കാര്യങ്ങളെല്ലാം PSC ചോദിച്ചതാണ്, ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ആരാച്ചാർ എന്ന നോവൽ എഴുതിയത് ആരാണ്? KR മീര. പിന്നെ അതിലെ കഥാപാത്രവും PSC ചോദിച്ചിട്ടുണ്ട്. കഥാപാത്രം ആരാണ്? ചേതന എന്നാണ് ചോദിച്ചത്. ഫുൾ നെയിം ചേതന ഗൃഥ മല്ലിക്. അതായത് ഒരു വനിതാ ആരാച്ചാരായിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നതാണ് നമ്മളുടെ ചേതനയ്ക്ക്. അപ്പൊ ഓർത്ത് വെക്കാനുള്ള കോഡ് എന്തായിരുന്നു? ഈ ആരാച്ചാർ എന്ന് പറയുന്നത് എന്തുവാ? കൊല്ലുന്നവരാ. അപ്പൊ മനുഷ്യരുടെ ചേതന എടുക്കുന്നവരാണ് ആരാച്ചാർ എന്ന് ഓർത്ത് വെച്ചാൽ കഥാപാത്രം ആരാച്ചാരിലെ ചേതനയാന്ന് ഓർക്കാമല്ലോ. ഇനി അടുത്തത്, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. കുറത്തിയിലെ വരികളാണ്. കുറത്തി എഴുതിയത് ആരാണ്? കടമ്മനിട്ടയാണ്. അതും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ ഇത് ഓർത്ത് വയ്ക്കാൻ ഞാൻ പറയുന്ന കോഡ് എന്താണെന്നറിയോ? ഈ കടമ്മനിട്ട എന്നൊക്കെ പറയുമ്പോ ഈ കടന്നു വന്ന വഴി എന്നുള്ള രീതിയിൽ ഓർക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അപ്പൊ നിങ്ങൾ ഈ നിലയിൽ എത്തിയത് എങ്ങനെയാണ്? ഒത്തിരി പേരുടെ കഷ്ടപ്പാടിന്റെ ഒക്കെ ഫലമായിട്ടാണല്ലോ നിങ്ങൾ ഈ നിലയിൽ എത്തിയത്. അപ്പോ അതുവഴി കടന്നു വന്ന വഴി മറക്കരുത്, കടമ്മനിട്ട എന്ന് ഓർത്തൂടെ? അങ്ങനെ ഓർക്കണം കേട്ടോ. അപ്പോ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. കുറത്തിയിലെ വരികളാണ്. നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അങ്ങനെയാണ്. അപ്പൊ കുറത്തിയുടെ വരികളിലൂടെ പ്രതിഷേധം അറിയിക്കുന്നതാണ് ആ കവിത. അപ്പോൾ അടുത്ത നോക്കാം. അപ്പോ കുറത്തി കടമ്മനിട്ടയുടെ ഫേമസ് ആയിട്ടുള്ള കവിതയാണ് കേട്ടോ. അതുപോലെ അടുത്തതും മുൻകാല ചോദ്യം. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ആരുടെ കവിതയാ? നമ്മൾ ഓൾറെഡി പഴയ SCERTയിൽ പഠിച്ചിട്ടുള്ളതാണ്. ആരുടെയാണ്? അക്കിത്തത്തിന്റെയാണ്. അക്കിത്തത്തിന്റെ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. അടുത്തത് കവിയുടെ കാൽപ്പാടുകൾ. ഒരു കോഡിട്ട് പഠിപ്പിച്ചതെന്ന് ഓർമ്മ ഉണ്ടാവും. സീരിയസ് ആയിട്ട് P കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യയെ തേടി, എന്നെ തിരയുന്ന ഞാൻ, 3ഉം അത് പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പൊ കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നതും P കുഞ്ഞിരാമൻ നായർ. ഇതെല്ലാം മുൻകാല ചോദ്യമാണ് കേട്ടോ. അടുത്തത് ഖസാക്കിന്റെ ഇതിഹാസം. പലതവണ PSC ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാ. ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയതാരാണ്? OV വിജയനാണ്. അതിലെ കഥാപാത്രങ്ങളെല്ലാം കഥാപാത്രം കൃതി ഫ്രണ്ട്ലി PSC സെർച്ച് ചെയ്താൽ വിത്ത് കോഡ് കിട്ടും. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും മണ്ടൻ മുത്തപ്പ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, അതിലെ സൈനവ. ഈ ചൂടെ കൊടുത്തിരിക്കുന്നതിലെ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചിരുന്നു, സൈനവ. അപ്പൊ ഞാനത് കോടൊക്കെ വിട്ട് മുച്ചീട്ട് കളിക്കുമ്പോൾ കള്ളക്കളി കളിച്ചാല് മണ്ടൻ മുത്തപ്പ കള്ളക്കളി കളിക്കുമ്പോൾ കണ്ണിട്ട് കുത്ത് കിട്ടും. അപ്പൊ ഓ സൈനബ എന്ന് പാടുന്നൊക്കെ പറഞ്ഞ് കാണിച്ചതാണ്. അപ്പൊ അത് ചോദിച്ചു. അപ്പൊ പണ്ട് ഇതുപോലെ ഓ സൈനബ പാട്ടൊക്കെ പഠിപ്പിച്ച ക്ലാസ് കണ്ടവരെ അത് ശരിയാക്കി. അപ്പൊ അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, പോയി നോക്കണം കേട്ടോ. അടുത്തത് ഖസാക്കിന്റെ ഇതിഹാസം OV വിജയൻ. അതിലെ പ്രധാന കഥാപാത്രം ആരാണ്? രവിയാണ് അവിടെ അധ്യാപകനായിട്ട് വരുന്നത്. പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് കഥാപാത്രം? മൈമുനയുണ്ട്, അള്ളാപ്പിച്ച മൊല്ലാക്കയുണ്ട്. അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമുന, പിന്നെ രവിയൊക്കെ ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. അടുത്തത്
ഒന്നിനോടും ചേരാത്ത അവസ്ഥയ്ക്ക് എന്താണ് പറയുന്നത്? നിസ്സംഗത എന്നാണ്. അപ്പൊ ഒന്നിനോടും ചേരാത്തവനെ നമ്മൾ എന്തു പറയും? നിസ്സംഗൻ എന്ന് പറയും. ഫലത്തോട് കൂടിയത് എന്താണ്? സാഫല്യമാണ്. ഫലത്തോട് കൂടിയത് സാഫല്യം. ഇനി അടുത്തത് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞ അവസ്ഥ. ഇതുണ്ടല്ലോ 2025 ഒറ്റപ്പദത്തിൽ PSC ചോദിച്ച ചെയ്യേണ്ടത് ചെയ്ത കൃതകൃത്യ. അപ്പൊ SCERT പുതിയ ടെക്സ്റ്റ്, കാരണം ഈ കൃതകൃത്യ നമ്മൾ പഴയ SCERT പഠിച്ചിട്ടില്ലായിരുന്നു, പുതിയ SCERTയിലാണ് അതുള്ളത്. അപ്പൊ കൃതകൃത്യ 2025 ചോദിച്ചില്ലേ? അപ്പൊ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞ അവസ്ഥ കൃതകൃത്യത ആണ് SCERTയിലുള്ളത്. അപ്പൊ കൃതകൃത്യ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്താന്നൊക്കെ ഓർത്താൽ മതി. കൃതകൃത്യ കൃത്യമായിട്ട് കർത്തവ്യങ്ങളൊക്കെ ചെയ്താന്നുള്ള രീതിയിൽ കൃതകൃത്യ ഓർത്തു വയ്ക്കണം കേട്ടോ. ഇനി അന്യനു വേണ്ടി നടത്തുന്ന നിവേദനം എന്താണ്? ശിപാർശ. മുൻകാല ചോദ്യമല്ലേ? എങ്ങനെയാണ്? ശിപാർശ പദശുദ്ധിയിൽ വരുന്നതാണ് അല്ലെ ശിപാർശ. അപ്പൊ അന്യനു വേണ്ടി നടത്തുന്ന നിവേദനം എന്താണ്? ശിപാർശ. അപ്പൊ ശിപാർശ ഉണ്ടെങ്കിൽ എല്ലാം ഷീ 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 എന്ന് നടക്കുമെന്ന് ഓർത്താല് ഷീയാണെന്ന് ഓർത്താ പോരെ? ശിപാർശ ശിപാർശ. അപ്പൊ നമുക്ക് അടുത്തത് എടുക്കാം. ആതങ്കം. ആതങ്കം എന്ന് വെച്ചാൽ രോഗം, ദുഃഖം, സംശയം എന്നാണ് അർത്ഥം. ആതങ്കത്തിന് രോഗം, ദുഃഖം, സംശയം. അടുത്ത വാക്കാണ് ഔദ്ധത്യം. ഔദ്ധത്യം എന്ന് വെച്ചാൽ അഹങ്കാരം എന്നാണ്. അഹങ്കാരം. പിന്നെ ഘ്രാണേന്ദ്രിയം. ഘ്രാണം മണം പിടിക്കുന്നതല്ലേ? അപ്പൊ ഘ്രാണത്തിനുള്ള ഇന്ദ്രിയം എന്താ? മൂക്കാണ് ഘ്രാണേന്ദ്രിയം. അടുത്തത് ധാമം. ധാമം എന്താണ്? ഇരിപ്പിടമാണ്. അടുത്തതാണ് സ്ഫീതം. പുതിയ വാക്കാണ്, പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ, SCERT പുതിയതിലുള്ളതാണ്. സമൃദ്ധമായത്, ശുദ്ധമായത്, സന്തോഷമുണ്ടാക്കുന്നത്. സ്ഫീതത്തിന് എന്താണ് അർത്ഥം? സമൃദ്ധമായത്, ശുദ്ധമായത്, സന്തോഷമുണ്ടാക്കുന്നത്. ഇത് പഴയ SCERTയിൽ ഇല്ലാത്ത വാക്കാണ്, എഴുതി വെക്കണം കേട്ടോ. പിന്നെ നന്ദനം. നന്ദനമൊക്കെ ഉണ്ടായിരുന്നു പഴയ SCERTയിൽ. അതായത് നന്ദിച്ചു നിന്നിതേ മന്ദം മന്ദം. അതായത് എന്താണ് അർത്ഥം? ആനന്ദം എന്ന് പറയണതിന്റെ ആ മാറ്റിയിട്ട് മിച്ചമുള്ളതാ, പക്ഷെ സെയിം അർത്ഥം തന്നെയാണ്. എന്താണ് അർത്ഥം? ആനന്ദിക്കുക എന്ന് പറഞ്ഞാലും നന്ദിക്കുക എന്ന് പറഞ്ഞാലും സെയിം അർത്ഥം തന്നെയാണ്, സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ നന്ദനം എന്നതിന് സന്തോഷിപ്പിക്കുന്നത് എന്നർത്ഥമുണ്ട്. പിന്നെ നമ്മുടെ നന്ദന വൃന്ദാവനം, നന്ദന വനം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ആനന്ദിക്കുക, നന്ദിക്കുക രണ്ടും സെയിം തന്നെയാണ്. അടുത്തത് നിസ്തുലം. നിസ്തുലമാണെന്ന് വെച്ചാൽ എന്താ? തുല്യതയില്ലാത്തത്. നിസ്തുലം, തുല്യതയില്ലാത്തത്. വിത്തം. വിത്തം പഴയ SCERT പഠിച്ചിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുള്ളതാണ്. വിത്തം ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ വെൽത്ത് എന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞു. വിത്തത്തിന്റെ അർത്ഥം എന്താണ്? ധനം എന്നാണ്. വിദ്യയും വിത്തവും എന്നൊക്കെ പഠിച്ചിട്ടില്ലേ നവോത്ഥാനം? അപ്പൊ വിത്തം, ധനം, വെൽത്ത്. വെൽത്ത്, വിത്തം, വെൽത്ത്, ധനം. അടുത്തത് പൂതം എന്ന് വെച്ചാൽ, പൂതം പഴയ SCERT പഠിച്ചിട്ടുണ്ട്. ശുദ്ധമായത്, സത്യമായിട്ടുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ നമ്മുടെ ബുക്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കമന്റ് വരുന്നുണ്ട്. ബുക്കിലുള്ള എന്താണെന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ അത് മാത്രം കണ്ടാൽ മതിയല്ലോ, അപ്പൊ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറയണ്ടല്ലോ. അതായത് പഴയ SCERT ഡീറ്റെയിൽസ്, അതിലെ കാര്യങ്ങൾ, പുതിയ SCERT, പിന്നെ SCERTയിലുള്ള സാഹിത്യം. സാഹിത്യത്തിൽ SCERTയിലുള്ളത് മാത്രമല്ല കൊടുത്തേക്കുന്നത്, PSC ചോദിച്ചിട്ടുള്ള അവാർഡും കാര്യങ്ങളും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രധാന കൃതികളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ PSCയുടെ 13 സെക്ഷൻസ്, പദശുദ്ധി, വാക്യശുദ്ധി, പര്യായം, അത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ PYQ പഠിക്കേണ്ടത് മസ്റ്റ് സ്റ്റഡി എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മലയാളം ഒന്നും അറിയാത്തവർക്ക് എങ്ങനെ പഠിക്കാം, അറിയാവുന്നവർക്ക് എങ്ങനെ പഠിക്കാം, ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്നവർക്ക് എങ്ങനെ പഠിക്കാം എന്നൊക്കെ ഫസ്റ്റ് പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ബുക്ക് കിട്ടുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നൊന്നും കൺഫ്യൂഷൻ വരത്തില്ല, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ PSC സിലബസിൽ ഇല്ലാതെ ചോദിക്കുന്ന സന്ധി സമാസം കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2000-ലധികം മുൻകാല ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് ഈ ഓഗസ്റ്റ് 2025 വരെ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബുക്കിലുണ്ട് കേട്ടോ. അടുത്തത് വേണി. വേണി ചോദിച്ചിട്ടുള്ളതാണ്, പഴയ SCERTയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വേണി എന്താ? തലമുടി. കുന്തളം, ചായൽ, ഇതൊക്കെ എന്താ? മുടിയാണ്. വേണി തലമുടിയാണ്. പിന്നെ ഗണ്ഡം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഗണ്ഡം കവിൾത്തടമാണ് കേട്ടോ. ഗണ്ഡം കവിൾത്തടം. രസന പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ രസനയിൽ തേനും വയമ്പുമായി, ONVയുടെ വരികളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. രസന നാവ്, രസം അറിയാൻ ഉപയോഗിക്കുന്ന നാവല്ലേ, രസന നാവാണെന്ന് ഓർക്കാമല്ലോ. പിന്നെ മാൺപ്
പഴയ SCERT ഉണ്ടായിരുന്നു. മാൺപെന്താ? ഭംഗി, സൗന്ദര്യം, അഴക്. അവഗാഠം, അവഗാഠം പുതിയ SCERT ഉള്ളതാണ്. എന്താണ്? ഗാഠമായ, തീവ്രമായ. അവഗാഠം തീവ്രമായതാണ്. പിന്നെ മാല്, മാലെന്താണ്? ദുഃഖമാണ്. മാല് ദുഃഖം. തുഷ്ടി, തുഷ്ടിയൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. തുഷ്ടി എന്ന് വെച്ചാൽ എന്താ? സന്തോഷം, തൃപ്തി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇത്രയും വാക്കുകളൊക്കെയാണ് SCERT പുതിയ പുസ്തകത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് വന്നേക്കുന്നത്. ബാക്കിയെല്ലാം സിമ്പിൾ വാക്കുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. പിന്നെ ഫ്രണ്ട്ലി PSC പെയ്ഡ് ക്ലാസ്സുകളെ പറ്റി പറഞ്ഞല്ലോ. മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുമ്പോൾ 1 വർഷം വാലിഡിറ്റി ഉണ്ട് കോഴ്സിന്. പിന്നെ അതിൽ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ഏതാണ്, ആദ്യം ഏത് പഠിക്കണം എന്നൊക്കെ നമ്പരൊക്കെ ഇട്ട് കറക്റ്റ് ഫോൾഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 9ാം ക്ലാസ്സിലെ പുതിയ പുസ്തകമായിട്ട് അടുത്ത ദിവസം കാണാം.